Boche Gold and Diamonds. Buy now, pay later. ഷൊർണൂർ കണയം ക്വാറിയിൽ വീടുകൾക്ക് സമീപവും സ്ഫോടനം നടത്തിയെന്നാരോപിച്ച് നാട്ടുകാർ പ്രതിഷേധിച്ചു. ഞായറാഴ്ച രാവിലെയാണ് ക്വാറിയിൽ വീടുകൾക്ക് സമീപം സ്ഫോടനമുണ്ടായത്. ഇതോടെ നാട്ടുകാർ സംഘടിച്ച് ക്വാറിയിലെത്തി പ്രതിഷേധിക്കുകയായിരുന്നു. പ്രതിഷേധത്തെ തുടർന്ന് പോലീസും സ്ഥലത്തെത്തി. ക്വാറിയിൽ സ്ഫോടനം നടത്താൻ അനുമതി നൽകിയതിന് പുറത്തുള്ള സ്ഥലത്ത് സ്ഫോടനം നടത്തിയിരിക്കുന്നതായി കണ്ടെത്തിയെന്നും നിർത്തിവെക്കാൻ നിർദ്ദേശം നൽകിയതായും പോലീസ് പറഞ്ഞു. വർഷങ്ങളായി ക്വാറി നടത്തിപ്പുമായി ബന്ധപ്പെട്ട പരാതി നിലനിൽക്കുന്നുണ്ട്. നഗരസഭാ കൗൺസിലർ ഉൾപ്പെടെയുള്ള നഗരസഭാ ഭരണസമിതി ക്വാറിക്ക് അനുമതി നൽകിയതിനെതിരെയും പ്രതിഷേധക്കാർ പരാതി ഉന്നയിച്ചു. ഷൊർണൂർ മുനിസിപ്പാലിറ്റിയിൽ 2ാം വാർഡിൽ പ്രവർത്തിക്കുന്ന ഒരു ക്വാറിയാണിത്. ഇതിൽ 2023 മുനിസിപ്പാലിറ്റിയിൽ നിന്ന് പെർമിഷൻ കൊടുത്തു എന്നാണ് പറയണത്. ഞങ്ങളുടെ വാർഡിലെ സിനി മനോജ് എന്ന കൗൺസിലറും കോൺഗ്രസിന്റെ TK ബഷീർ, ജയപ്രകാശ് മുൻ ചെയർമാൻ ജയപ്രകാശ് ചേട്ടനും കൂടി ഒപ്പിട്ടൊരു കമ്മിറ്റി ഉണ്ടാക്കി അതിൽ സമ്മതം കൊടുത്തിട്ടാണ് ഈ കോറി ഇവിടെ വന്നത്. എന്നാൽ 2026 ഇലക്ഷൻ കഴിയുന്നവരെ ഞങ്ങളുടെ കൗൺസിലർ ഇതൊന്നും അറിയാത്ത ഭാവത്തിൽ ഇവിടുത്തെ നാട്ടുകാരെ പറ്റിച്ച് ഇലക്ഷൻ കഴിഞ്ഞ സമയത്ത് വിവരാവകാശ പ്രകാരം ആ നോട്ടീസ് അതിന്റെ കടലാസ് ഞങ്ങൾക്ക് ലഭിക്കുകയും സിനി മനോജ് ഒപ്പിട്ട് കൊടുത്ത ആ രേഖ ഞങ്ങളുടെ കയ്യിൽ കിട്ടിയതിന് ശേഷമാണ് സിനി മനോജ് അത് സമ്മതിച്ചിരിക്കുന്നത്. ഞങ്ങൾ ഗ്രൂപ്പിലെല്ലാം കൂടി ഇതിനെ എതിർക്കുന്നവരെ ഗ്രൂപ്പിൽ നിന്ന് ഒഴിവാക്കുന്ന ഒരു പ്രവണതയാണ് വാർഡ് കൗൺസിലറായ സിനി മനോജ് ചെയ്തിരിക്കുന്നത്. ഈ നാട്ടിൽ ജീവിക്കുന്ന ഇതിന്റെ അടുത്ത് ജീവിക്കുന്ന ജനങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ടായ ഈ ഇത് കോറി അതിന് ആർക്കും മറ്റേ എന്താ പറയുക പ്രശ്നമില്ല എന്ന് കാട്ടിക്കൊണ്ടാണ് അതിൽ സിനി മനോജ് ഒപ്പിട്ടിരിക്കുന്നത്. ഇവിടുത്തെ 100-200ഓളം പേരുടെ ഒപ്പ് വാങ്ങി ആ കടലാസ് ഒപ്പ് കൊടുത്ത കടലാസ് എവിടെയെന്ന് ചോദിക്കുമ്പോൾ അതിന് ഒരു മറുപടിയും തരാതെ ഇവിടുത്തെ ജനങ്ങളെ പറ്റിക്കുകയാണ് ഇവിടുത്തെ കൗൺസിലറും മുനിസിപ്പാലിറ്റിയും പഴയ മുനിസിപ്പാലിറ്റി കഴിഞ്ഞ പ്രാവശ്യം തെരഞ്ഞെടുത്ത മുനിസിപ്പാലിറ്റിയും ചെയ്തിരിക്കുന്നത്. ഇതിന് തക്കതായ ഒരു മറുപടി ഞങ്ങൾക്ക് ജനിച്ച നാട്ടിൽ ജീവിക്കാനുള്ള അവകാശം ഉണ്ടാവണമെന്ന് എല്ലാവരോടും ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. അവനാന്റെ മണ്ണിൽ ക്വാറിക്ക് സമീപത്തെ കളത്തിങ്കൽ ശ്രീനിവാസൻ, കളത്തിങ്കൽ ജോഷി, കിഴക്കേതിൽ ബാബു, തെക്കേക്കരത്തൊടി സന്ദീപ്, തെക്കേക്കരത്തൊടി സുധീഷ്, കാട്ടിലംകുഴി മണികണ്ഠൻ എന്നിവരുടേതുൾപ്പെടെ 27 വീടുകൾക്ക് വിള്ളലുണ്ടായിട്ടുണ്ട്. ഇതെല്ലാം ചൂണ്ടിക്കാട്ടി പ്രദേശത്തെ ക്വാറി വിരുദ്ധ സമിതി ജില്ലാ കളക്ടർക്കും ജിയോളജിക്കും സബ് കളക്ടർക്കും പരാതി നൽകിയിരുന്നു. പരാതിയുടെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ആഴ്ച തഹസിൽദാർ ഉൾപ്പെടെയുള്ള റവന്യൂ സംഘം ക്വാറിയിൽ പരിശോധന നടത്തിയിരുന്നു. ക്വാറിയിൽ സ്ഫോടനം നടത്താൻ അനുമതിയുള്ളതിനാൽ കൂടുതൽ പാറ പൊട്ടിക്കുന്നുണ്ടെന്നാണ് പ്രദേശവാസികളുടെ പരാതി. കൗൺസിലർ ഉൾപ്പെടെയുള്ള നഗരസഭാ ഭരണാധികാരികൾ പ്രദേശവാസികളുടെ ആശങ്ക പരിഹരിക്കാൻ ഇടപെട്ടിട്ടില്ലെന്നും ഇവർക്ക് പരാതിയുണ്ട്. ക്വാറി ഉടമകൾ കഴിഞ്ഞ ദിവസം വാങ്ങിയ സ്ഥലത്താണ് ഇപ്പോൾ അനുമതിയില്ലാതെ സ്ഫോടനം നടത്തിയതെന്നും പ്രദേശവാസികൾ പറഞ്ഞു. അതേസമയം ഈ സ്ഥലത്ത് ഓഫീസ് നിർമ്മിക്കാനായാണ് പാറ പൊട്ടിച്ചതെന്നാണ് ക്വാറി ഉടമകൾ പോലീസിനെ അറിയിച്ചത്. ഈ പ്രവർത്തികൾ നിർത്തിവെക്കാനും പോലീസ് നിർദ്ദേശിച്ചിട്ടുണ്ട്. ടൈം കിഡ്സ് പ്രീ സ്കൂൾ, മാന്നന്നൂർ റോഡ്, വാണിയംകുളം. .view ന്യൂസ്, കാഴ്ചകളാണ് ലോകം, കണ്ടു തുടങ്ങുക.